പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഒരു ജ്യോത്സ്യനോ ഒരു പ്രവാചകനോ അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് 5 വർഷം മുമ്പ് ഒരു പ്രസംഗത്തിൽ ഇദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, നമുക്ക് അത്ഭുതം തോന്നും. ഒന്ന് കേട്ടു നോക്കൂ. ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. 2000 മുതൽ പറയുന്നതാണ്, പഴയ കേസറ്റൊക്കെ കേട്ട അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചെയ്തു. ഇത് നടക്കൂലേ? നടക്കും. നടന്നേ തീരും. ഇറാനുമായി യുദ്ധമായ കാര്യമാണ്. അത് നടന്നേ തീരും. ഇദ്ദേഹം ഈ പറഞ്ഞ വിവരങ്ങൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയതെന്ന് എനിക്കറിയാൻ വയ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. സുഹൃത്ത്, ഒരുപാട് പേര് ഉസ്താദിന്റെ വീഡിയോ റിയാക്ട് ചെയ്ത് ഇതേപോലെ ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇത് കണ്ട്. അപ്പോൾ സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ പറയുന്നു, ആർക്കെങ്കിലും അറിയെങ്കിലും പറയുന്നു പറഞ്ഞപ്പോൾ പറയാം. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു സംശയമൊന്നുമില്ല, കാരണം ഞങ്ങളിത് മുമ്പേ പഠിച്ചതാണ്. ഹദീസുകളിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പറഞ്ഞതാണിത്. അത് ഓരോ ഹദീസുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ള പ്രവാചകന്, അദ്ദേഹത്തിന്റെ പ്രവാചകൻ എന്നുള്ള പേര് വെറുതെ വീണതല്ല. പ്രവചിക്കൽ, മുൻ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളുകൾക്കല്ലേ നമ്മൾ പ്രവാചകൻ എന്ന് പറയാം. യഥാർത്ഥ പ്രവാചകന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും തനി പറഞ്ഞല്ല, ഈ 5 വർഷം മുമ്പ് പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. ഒരുപാടുണ്ട്, ഇതുവരെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇറാഖ് അമേരിക്ക യുദ്ധം, സദ്ദാമിൻ മരണപ്പെടുന്നത്, ലിബിയ ഗദ്ദാഫി മരണപ്പെടുന്നത് ആ യുദ്ധത്തിൽ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, ഇപ്പം നടന്നു പോയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇത് പറഞ്ഞ തന്നെയാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. അത് ഓരോരോ ഉസ്താദുമാർ, ഇപ്പം നിങ്ങളെ കബീർ ബാഗഫിൻ്റെ അവർക്കൊരു ഇതുണ്ട്, ലോകാവസാനം വെളിപ്പാടാകല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഉസ്താദ് അന്ന് പറയുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ്, അത് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് സത്യം. അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ടൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ഒരു എന്ത് പറയാൻ കേട്ടോ, നിങ്ങൾ അങ്ങനെ സംശയം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഖിയാമത്ത് നാളും ലോകാവസാനത്തിൽ വരാൻ പോകുന്ന ഇനി വരുന്ന അടയാളങ്ങൾ, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒക്കെ മണിയായിട്ട് അക്ഷരം തെറ്റാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെ, അത് സംഭവിക്കുക ചെയ്യും. അത് സംഭവിക്കാതെ ഈ ലോകം അവസാനിക്കൂല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ തന്നെ വരുള്ളൂ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മളെ വിശ്വാസം എന്നല്ല പറയുന്നുണ്ടോ, എല്ലാവർക്കും ആണെങ്കിലും വിശ്വസിക്കാം. അതാണ് അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് പ്രവാചകൻ എന്നുള്ള പേരെന്നെ വീണത്. പേര് വീണത് വെറുതെ പ്രവാചകൻ എന്ന് പറയില്ലല്ലോ, പ്രവചിക്കാൻ കഴിയണമല്ലോ.